ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ജസ്റ്റ് കുറച്ച് മുമ്പ് വന്നൊരു ചെറിയൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അടുത്ത ആഴ്ച പ്രൊമോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം പറയാം. നമ്മുടെ ശ്യാം ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, നീ ആ ഒരു ലഹരി സംഭവം, അതായത് ആ ഒരു മദ്യം പോലത്തെ സംഭവം കഴിച്ചത് കൊണ്ട് എനിക്കാണ് ഗുണമുണ്ടായത്. നിൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റി ശ്രുതി, താങ്ക് യു സോ മച്ച്. നീ എന്തിനാണ് അശ്വിനെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ അറിയാതെയാണെങ്കിലും എന്നോടൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോട്ടെ. ശ്യാമിനോട് താൻ സത്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആലോചിച്ചിട്ട് ശ്രുതിക്ക് വരാത്ത വിഷമം തോന്നുവാണ്. ശ്രുതി മുകളിൽ പോയിട്ട് ഓടിപ്പോവാണ്. അതിന് ശേഷമാണെങ്കിൽ അശ്വിൻ അറിയാതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കെ തന്നെ മരുന്ന് മാറിയെടുക്കുകയാണ്. കാരണം നമ്മുടെ മനോരമയുടെ തലവേദന മരുന്ന് അശ്വിനിയുടെ അതായത് ഷുഗറിൻ്റെ മരുന്ന് പ്രീതിയും എടുത്തുകൊണ്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ പ്രീതി കറക്റ്റായിട്ടുള്ള മരുന്നാണ് അവിടെ എടുത്തു വെക്കുന്നത്. അശ്വിൻ അറിയാതെ എടുത്തുകൊണ്ട് പോവാണ്. ശേഷം മനോരമക്ക് അശ്വിൻ്റെ മരുന്ന് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് മനോരമ പ്രീതിനെ കുറ്റപ്പെടുത്താണ്. നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഈ മരുന്നായിട്ട് വന്നത്, അശ്വിൻ്റെ മരുന്ന് കഴിച്ച് ഞാൻ ചത്തുപോകും, അതിന് വേണ്ടിയിട്ടല്ല നീ ഇങ്ങനെ ചെയ്തത്, നീ എപ്പോൾ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നൊക്കെ പറയാണ്. ശേഷം അശ്വിൻ അവിടെ ഇടപെട്ട് പറയുന്നുണ്ട്, ഇല്ല ഞാൻ കാരണമാണ് ഈ സംഭവം ഉണ്ടായത്, ഞാൻ അറിയാണ്ട് മരുന്ന് മാറ്റിയെടുത്താണ്, ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി അത് വിശ്വസിക്കില്ല കേട്ടോ. ശ്രുതി പറയും, മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ല, എൻ്റെ ചേച്ചിനെ പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം മരുന്ന് മാറ്റി വെച്ചതല്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട് അശ്വിന്. അതിനുശേഷം ഒരു സീനുണ്ട്, നമ്മുടെ അശ്വിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ശ്രുതി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. ആ തലയിൽ മുടിയുടെ വെള്ളമൊക്കെ അശ്വിൻ്റെ മുഖത്തൊക്കെ വീഴുന്നുണ്ട്. ശ്രുതി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ശ്രുതിക്ക് ഹോളിയുടെ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്, അശ്വിനെ നന്നായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഇവർ എത്രയൊക്കെ മനസ്സ് തുറന്നെന്ന് പറഞ്ഞാലും ആ ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ. പക്ഷേ ആ സംശയരോഗം അങ്ങനത്തെ സംഭവങ്ങൾ അശ്വിനിന് ഇല്ല കേട്ടോ. അതായത് ഇവർ നമ്മളെ പിണക്കം മാറിയിട്ടില്ലെങ്കിലും മാറിയ പോലെ തന്നെയാണ് ഇനിയുള്ള എല്ലാ എപ്പിസോഡിലും. അപ്പോൾ ആ ഒരു പ്രൊമോ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതി ഇങ്ങനെ കുളിച്ചിട്ട് വരുമ്പോഴുള്ള പ്രൊമോ കാണിച്ചിട്ടുണ്ട്, അശ്വിന് ഉറങ്ങിക്കൊടുക്കുന്ന പ്രൊമോ. നല്ല രസമുണ്ട് ആ പ്രൊമോ കാണാനായിട്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, നല്ല ഭംഗിയുണ്ട് ആ പ്രൊമോ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ.